ഇപ്പൊ പോറ്റി ആദ്യമായിട്ട് സന്നിധാനത്തേക്ക് ശബരിമലയിലേക്ക് എത്തിച്ചത് കയറ്റിയത് പേര് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ജിൻഡോയ്ക്കും എനിക്കും അറിയും ആരാണ് 2004 ദേവസ്വം മന്ത്രി എന്ന്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. 2004 ദേവസ്വം വകുപ്പ് മന്ത്രിയാണോ പോറ്റിയുടെ കയ്യെ പിടിച്ച് ശബരിമല കൊണ്ട് കയറ്റിയത്? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. നിങ്ങൾ തന്നെ വിവിധ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, കണ്ഠര് രാജീവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഈ പോറ്റിയെ ദേവസ്വത്തിൽ കൊണ്ടുവന്ന ശബരിമലയിൽ കൊണ്ടുവന്നതെന്ന് അല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കണ ഓർമ്മ കാണില്ല, പ്രായം കൂടി വരികയല്ലേ, വലിയ ചന്ദനാദി മറക്കണ്ട. അല്ലാതെ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയാണോ കൊണ്ടുവന്നത്? അല്ലല്ലോ. മണ്ടത്തരെ പറയൂ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? പോറ്റി എപ്പോ കയറി എന്നുള്ളതല്ല, അവമാനിക്കരുത്. അങ്ങനെയാണെങ്കിൽ പോറ്റിയുമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുള്ള പോറ്റിയുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികൾ അടക്കമുള്ള മുഴുവൻ ആളുകളും പ്രതി ചേർക്കപ്പെടണ്ടേ? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഒരാൾ ജനിച്ച കാലം മുഴുവനല്ല അദ്ദേഹം ഏത് കാലത്തൊക്കെ ജീവിച്ചിരുന്നു എന്നുള്ളതല്ല പ്രശ്നം. അദ്ദേഹം എപ്പോഴാണ് കളവ് നടത്തിയത്? എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ആ കളവ് കണ്ടതിന് ശേഷം മൂടി വെച്ചത് ഏത് കാലഘട്ടത്തിലാണ്? വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. 2019 ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളികളും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളും ഒക്കെ കടത്തിയത്. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. അപ്പോൾ മുതലാണ് അയാൾ കള്ളനാകുന്നത്. അയാൾ കള്ളനായതിനു ശേഷം അയാളെ സംരക്ഷിച്ചത്, വിജിലൻസ് റിപ്പോർട്ട് മൂടി വെച്ച് സംരക്ഷിച്ചത്, അതിനുശേഷം ഇയാളുടെ തന്നെ നേതൃത്വത്തിൽ വീണ്ടും സ്വർണം പൂശാൻ കൊടുത്തുവിടാൻ ശ്രമിച്ചതൊക്കെ ഈ സർക്കാരിന്റെ കാലത്താണ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. അതുകൊണ്ടാണ് പോറ്റി സ്വർണം കട്ടപ്പോൾ സഖാക്കളാണ് പോറ്റിയുടെ ഒപ്പം സ്വർണം കട്ടത് എന്നുള്ളത് ഞങ്ങൾ പറയുന്നത്. അപ്പൊ നാട്ടുകാര് പറയുന്നതിൽ കാര്യമുണ്ട്. 2004 ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇത് ചെയ്തതെങ്കിൽ ഈ പത്മകുമാർ എന്തിനാ ജയിലിൽ കിടക്കുന്നത്? ശങ്കർദാസ് എന്തിനാ ജയിലിൽ കിടക്കുന്നത്? അല്ലെങ്കിൽ വാസു എന്തിനാ ജയിലിൽ കിടക്കുന്നത്? ഈ കോൺഗ്രസിന്റെ കാലത്താണ് ഇത് സംഭവിച്ചെങ്കിൽ CPM നേതാക്കന്മാരെ എന്തിനാ ജയിലിൽ കിടക്കുന്നത്? ഏറ്റില്ല അല്ലേ?